ഹായ് ഫ്രണ്ട്സ്, ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങള് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് പോയിട്ട് അവിടുത്തെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. പോവാം. പുറത്തോട്ടെടുക്കണം. അപ്പൊ സോപ്പ് അലക്കുന്ന 40 പിന്നെ മറ്റേ 65 ഗ്രീൻ പീസ് അരിപ്പ് അങ്ങനത്തെയൊക്കെ വേഗം വള്ളി പൊട്ടി പോകുന്ന സൈസാ. നീര് ആദ്യം വന്നു തരുമ്പോ 8 സൈസ് ആവട്ടെ നിങ്ങൾക്ക്. ഇതാ നല്ല നിൽക്കുന്നത്. മറ്റേ ആദ്യം വന്നിരുന്നു സമയത്ത്. അപ്പൊ അതിന്റെ കറുപ്പാണ്. കറുപ്പേക്കാൻ നല്ലിട്ടുണ്ട്. കൊണ്ടേ ചൂട് ഉണക്കിയത് അവിടെ വലുതല്ലേ? ഈ മഞ്ഞേനെ അവിടെ മതി തോന്നുന്നു. വൈറ്റ് വേണ്ട. വൈറ്റ് മഞ്ഞ മഞ്ഞ അവർ മതി. മറ്റേ ദിവസം അവർ വന്ന ദിവസം വന്നത് അതായി അതുകൊണ്ട് നേരത്തെ കൊണ്ട ബിസ്ക്കറ്റിന്റെ ഓർമ്മയില്ല. എഴുതി വെക്കണം. ഇത് വേണ്ടല്ലോ. അതിലാകുമ്പോ പ്രസ്സിങ് ആയിരിക്കൂല. അതാകുമ്പോ നിങ്ങൾക്ക് വെച്ചില്ല. ഓവർ ജാമാകത്തൊന്നും ഇതെടുക്കും. അതന്നെ ക്രമാൻ ഇത് പറഞ്ഞു. അത് കുഴപ്പമില്ല. ബ്രേക്ക് ആകും.
ഓണ്ടെടുക്കട്ടെ. ഡ്രീം കേക്ക് ആയിക്കൊടുക്കാത്തതിനാണ് ഫ്രണ്ട്സ്. അയ്യോ ഹലോ ഒരു വാപ്പ നോണ്ടക്ക് ഒരു സാധനം വാങ്ങിക്കൊടുത്തില്ല എന്നിട്ട് ഇതൊക്കെ കേട്ടോ. ഇത് തക്കാളി തന്നെ വാങ്ങി കൊടുത്തിട്ട് കല്യാണോ ഞാൻ തോന്നുന്നു നമ്മളെ ബ്രോണും ആയിരിക്കും കല്യാണിക്കും കൊടുക്കാനുള്ളതാണ്. ഇതാ കക്കിരി മേടിച്ചിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലാ ഇടപ്പാ സൈഡിലേക്ക് അടിക്കരുത്. പച്ചമുളക് ഒരു പാത്രത്തിൽ വേറെ പാത്രത്തിൽ. മുരിങ്ങാക്കോലോ മുരിങ്ങാക്കോല് അതിലെത്തിട്ട് മടക്കിയിട്ട് ഇല്ലാത്ത ഒരു കിലോ കണ്ടമാനം വെച്ചിരുന്നു തോന്നുന്നു. ക്യാരറ്റ് ജ്യൂസ് അടിച്ചില്ല. വെണ്ടയ്ക്കുണ്ട്, പയറുണ്ട്. പച്ചമുളക് ഇങ്ങനെ തരുക. പച്ചമുളക് 10 ഉണ്ട് എന്നിട്ട്. ഇരുന്നൂറ് പച്ചമുളക് ഇത്രയൊക്കെ ഉണ്ടാവുമോ? പച്ചമുളക് പാത്രത്തിൽ കൂട്ടിയാ പടവലം മുന്തിരി മുരിങ്ങാക്കോലും വെച്ചിട്ടില്ല. അപ്പൊ അതാ കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്നാക്സ് മേടിച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റ് 50-50, ബ്രെഡ്, ഉലുവ, ചന്ദനത്തിരി മേടിച്ചിട്ടുണ്ട്. തൈര്, പുളിയുള്ള തൈരും പുളിയില്ലാത്ത തൈരും മേടിച്ചിട്ടുണ്ട് കേട്ടോ. പുളിക്കുന്ന സോപ്പ്, ഓയില്, പേസ്റ്റ്, പിന്നെ കടല മേടിച്ചിട്ടുണ്ട്. ടീഷയും മേടിച്ചിട്ടുണ്ട്. നമ്മളെ ഗ്രീൻ പീസ് കടല, പരിപ്പ്, അജ്മീര് പുട്ടുപൊടി, അടിപൊളിയാണ് കേട്ടോ അജ്മീര് പുട്ടുപൊടി. അതുപോലെ തന്നെ ഉഴുന്ന്, റവ, റവയല്ല കേട്ടോ അത് കടലപ്പൊടിയാണ്. പഞ്ചസാര, നമ്മുടെ സോപ്പ്, പാത്രം തന്നെ സോപ്പാണ്, റവ, അതുപോലെ പൊടികൾ, മൈദ, ബിരിയാണി റൈസ്. ഇത് ഒരു പാക്കറ്റ് മേടിക്കുമ്പോൾ ഒരു പാക്കറ്റ് ഫ്രീ ആണ് കേട്ടോ. ബിരിയാണി റൈസ് 110 രൂപയാണ് റൈസ്. ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറി ആക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ വൈകുന്നേരത്ത്. ഇത്രയൊക്കെയാണ് നമ്മൾ പോയിട്ട്. കപ്പയായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പം നോക്കാം.
നമ്മൾ ആലപ്പുഴ പോയിട്ട് ഇത്രയൊക്കെ സാധനങ്ങളാണ് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പൊ ഞങ്ങളിന്ന് ടൗണിൽ പോയിട്ട് ഇത്രയും സാധനങ്ങളൊക്കെയാണ് മേടിച്ചത്. ഞങ്ങളിനി ചിക്കനും കപ്പയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാനൊരു സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കല്ലേ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.